IPL പുനരാരംഭിക്കാനുള്ള സാധ്യത തേടുകയാണ് BCCI. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ വേദികളും തീയതിയും സംബന്ധിച്ച് ആലോചനകൾ തുടങ്ങി. അതെ, വിശദാംശങ്ങളുമായി എന്തായാലും അനിൽ വാസുദേവ് ചേരുകയാണ് ജയ്സാൽമേറിൽ നിന്ന്. അനിൽ, ഗുഡ് മോർണിംഗ് അഗൈൻ. ഇപ്പോൾ അരുൺ ധുമാൽ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഇത് പുനരാരംഭിക്കുന്നതിനുള്ള ആലോചനകളൊക്കെ തുടങ്ങുന്നു. അപ്പോൾ ഇത് ഒന്ന് പുനരാരംഭിച്ച് അതൊന്ന് കൺക്ലൂഡ് ചെയ്യാം, വൃത്തിയായി കൺക്ലൂഡ് ചെയ്യാം എന്നുള്ള അഭിപ്രായമൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതിന് എത്രത്തോളം ഒരു സാധ്യതയാണ് കാണുന്നത്? തീർച്ചയായും IPL ഗവേണിംഗ് ബോഡി അതിനുള്ള എല്ലാ സാധ്യതകളും തേടുന്നുണ്ട്. ഒരുപക്ഷെ ഈ ആഴ്ച അവസാനം തന്നെ IPL മത്സരങ്ങൾ പുനരാരംഭിച്ചേക്കാം എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ആയി തന്നെ മത്സരങ്ങൾ വീണ്ടും തുടങ്ങിയേക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഒരുപക്ഷെ വേദികളുടെ കാര്യത്തിൽ തന്നെ ഓൾ ഓവർ ഇന്ത്യ എല്ലാ സ്ഥലങ്ങളിലും നടത്തുന്നതിന് പകരം ചിലപ്പോൾ സദേൺ സ്റ്റേറ്റുകളിലേക്ക്, അതായത് ഹൈദരാബാദ്, ചെന്നൈ, ബംഗളൂരു ഈ 3 സ്ഥലങ്ങളിലെ ഗ്രൗണ്ടുകളിൽ മാത്രമായി നടത്താൻ പോലും ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്ഥിതിഗതികൾ പൂർണ്ണമായി ശാന്തമാവുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ എല്ലാ സ്റ്റേഡിയങ്ങളിലും മത്സരം നടത്താനും മതി. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഫ്രാഞ്ചൈസിനൊക്കെ തന്നെ ഈ IPL ഗവേണിംഗ് ബോഡി നിർദ്ദേശം നൽകി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഈ താരങ്ങളെ, വിദേശത്തേക്ക് മടങ്ങിയ അല്ലെങ്കിൽ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയ താരങ്ങളെയൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിനുള്ള നടപടികൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ജയ്പൂരിൽ വന്നിറങ്ങിയ ആ ഫ്ലൈറ്റിന് തൊട്ട് ആ സമയത്ത് തന്നെയാണ് ചെന്നൈ ഫ്ലൈറ്റിൽ കമലേഷ് നാഗർകോട്ടി എന്ന യുവതാരം ഒക്കെ തന്നെ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണുകയും സംസാരിക്കാനൊക്കെ തന്നെ പറ്റുകയും ചെയ്തിരുന്നു. അദ്ദേഹം ജന്മനാട്ടിലേക്ക് മടങ്ങി ജയ്പൂരിലേക്ക് തിരിച്ചു വന്നിരുന്നു. അങ്ങനെ ധാരാളം ആളുകൾ, ധോണിയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം റാഞ്ചിയിലേക്ക് മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനെ ധാരാളം താരങ്ങൾ ഇപ്പോൾ അവരുടെ വീടുകളിലേക്കും ഒപ്പം തന്നെ വിദേശ താരങ്ങൾ ജന്മനാടുകളിലേക്കും ഒക്കെ തന്നെ മടങ്ങിയിരുന്നു. അവരെ എത്രയും പെട്ടെന്ന് തിരിച്ച് ക്യാമ്പുകളിലേക്ക് എത്തിച്ച് 1-2 ദിവസത്തെ പരിശീലനമെങ്കിലും പൂർത്തിയാക്കിക്കൊണ്ട് മത്സരങ്ങൾ എത്രയും വേഗം തുടങ്ങാനായിരിക്കും BCCI ആലോചിക്കുന്നത്. കാരണം രാജ്യം ഏറ്റവും കാത്തിരിക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. ലീഗ് മത്സരങ്ങളിൽ വെറും 16 മത്സരങ്ങൾ മാത്രം, പിന്നീട് എലിമിനേറ്റേഴ്സും പ്ലേ ഓഫ് മറ്റ് മത്സരങ്ങളും ഫൈനലും, ഇനി ഏതാനും മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ചില ടീമുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ടീമുകളും ഈ മത്സരങ്ങൾ പുനരാരംഭിക്കാൻ തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്.